നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം, തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം, വെള്ളാപ്പള്ളിയുടെ പച്ചവർഗീയത, തോറ്റിട്ടും CPM സമ്മതിക്കാത്ത മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിക്ക് വൈകിയാണെങ്കിലും ബോധ്യപ്പെട്ടു. ഇനി തിരുത്തും, ജനങ്ങളെ കേൾക്കും. ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ എന്ന് ജനങ്ങൾക്ക് തോന്നും. ഇനി ജനങ്ങളെ കൂടി കേൾക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും പുറത്തിറക്കി. നല്ല കാര്യം. ജനങ്ങളെ കേൾക്കാൻ നടത്തിയ നവകേരള യാത്രയിൽ ശരിക്കും പാർട്ടി കേട്ടത് ആരെയായിരുന്നു? വൈകിയെത്തുന്ന രക്ഷാപ്രവർത്തനം പാർട്ടിയുടെ തിരുത്താണോ? നമുക്കൊപ്പം അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് റജിൽ മാക്കുറ്റി, BJP-യിൽ നിന്ന് ഉല്ലാസ് ബാബു എന്നിവരാണ്. ചർച്ചയിലേക്കും അതിഥികളിലേക്കും വരുന്നതിന് മുൻപ് പല വിഷയങ്ങളിൽ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ തെറ്റുകളുണ്ട്, തിരുത്തുകയാണ് എന്നുള്ളൊരു നിലപാടാണ് ഇന്ന് CPM നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, അതിൽ ഏറ്റവും പ്രധാനം അത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട നിലപാടുകളാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചു കാലം മുൻപ് പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വാചകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കാണാം. സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. വെള്ളാപ്പള്ളിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്ന് പാർട്ടി പറഞ്ഞത് വെള്ളാപ്പള്ളിയെ ഞങ്ങൾ പ്രതിരോധിച്ചു, പക്ഷേ CPM പാർട്ടിയുടെ ആ പ്രതിരോധം അത് ജനങ്ങൾക്ക് മനസ്സിലായില്ല, ജനങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഏറ്റവും വിവാദമായ മലപ്പുറം പ്രസ്താവനയ്ക്ക് ശേഷം നിങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് നടത്തിയ വാക്കുകൾ, അതിനുശേഷം നടത്തിയ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകാതിരിക്കുക? ആര്യ, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഒരു ഭരണ തുടർച്ച കിട്ടും, അതിന് മികച്ച രീതിയിലുള്ള ഭരണമാണ് രണ്ടാം പിണറായി സർക്കാരും നടത്തിയത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് പരിശോധിക്കാൻ പാർട്ടി തീരുമാനിച്ചു. സാധാരണ സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് മുൻകാലങ്ങളിൽ പതിവ്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് എല്ലാ പാർട്ടി അംഗങ്ങളെയും കേൾക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് അവ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു രീതിയാണ് ഞങ്ങൾ തുടർന്നത്. നിലവിലെ സാഹചര്യത്തെ നേരിടാൻ അത്തരത്തിലുള്ള ഒരു പുതിയ വഴി തേടി അതിൻ്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് എല്ലാം കൂടി അതാത് ജില്ലയിൽ നിന്ന് പുറത്തുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തിട്ടാണ് ഏരിയ കമ്മിറ്റി കൂടിയത്. അതാത് ഏരിയയ്ക്ക് പുറത്തു നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തിട്ടാണ് ലോക്കൽ കമ്മിറ്റികൾ കൂടിയത്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുത്ത് ഓരോ ബ്രാഞ്ചും കൂടി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഒരു സമയ ക്ലിപ്തതയും വയ്ക്കാതെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ കേട്ട് അവ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി 6-7 തീയതികളിൽ കൂടി അതിൻ്റെ ക്രോഡീകരിച്ചുകൊണ്ട് റിവ്യൂ റിപ്പോർട്ട് അംഗീകരിച്ചു ഐകകണ്ഠേന. അതാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്, മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചത്. അതിൽ ഞങ്ങൾക്ക് ചില കുറവുകൾ ഞങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട കുറവുകളിൽ ഒന്നാണ് അങ്ങിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. വെള്ളാപ്പള്ളി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം നടത്തിയ പരാമർശത്തോട് ഒട്ടും CPM-ന് യോജിപ്പില്ല എന്ന രൂപത്തിൽ തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഞങ്ങൾ ഉൾപ്പെടെ അന്ന് ചാനൽ ചർച്ചകളിലും വെള്ളാപ്പള്ളിയുടെ ഇത്തരം അഭിപ്രായങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അത് ഇത്തരത്തിൽ വർഗീയ അജണ്ട, ഏതെങ്കിലും തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ അതിനെ തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശക്തമായി തന്നെ ഞങ്ങൾ യോജിച്ചത്. പിണറായി വിജയൻ, നിങ്ങളുടെ മുഖം, പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത് മുസ്ലിം ലീഗിനെയാണ്, അല്ലാതെ മുസ്ലിം സമുദായത്തെ അല്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ അവിടെ എന്താണ്, ഒരു ഡൗട്ടിനുള്ള സ്കോപ്പ് പോലും ഇല്ലാതെ ക്ലിയർ ആക്കി കൊടുത്തില്ലായിരുന്നോ? അല്ല, ഞങ്ങൾ കൃത്യമായി പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പത്രക്കുറിപ്പിലൂടെ തന്നെ അവതരിപ്പിക്കുകയും ജനങ്ങളെ അറിയിക്കുകയും അത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടും സ്വീകരിച്ചതാണ്.
അതിൽ കുറച്ചുകൂടി ദൃഢമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നതാണ് ജനങ്ങളുടെ അഭിപ്രായം എന്നത് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. അത് ഒരു മടിയും സങ്കോചമില്ലാതെ അത് ഒരു സ്വയം വിമർശനമായിട്ട് അഡ്മിറ്റ് ചെയ്യുവാനും കൂടുതൽ തിരുത്തലുകൾ വരുത്തുവാനും ഞങ്ങൾ തയ്യാറാകുകയാണ്. അതും ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രഹസ്യമാക്കിയിട്ട് വയ്ക്കാമല്ലോ. പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന യഥാർത്ഥത്തിലുള്ള ചർച്ചകളൊന്നും മാധ്യമങ്ങളിലൂടെ വരാറില്ല. ഊഹാപോഹ വാർത്തകളാണ് അധികവും വരാറ്. എന്നാൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയ കാര്യങ്ങൾ, കുറവുടെ ശക്തമായ ദൃഢമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട വിഷയങ്ങൾ ഇന്നതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസ അവിടെ വായിച്ചത് തെറ്റായി പോയി. ഒരിക്കലും ഇത്ര തീവ്ര വർഗീയ അജണ്ട നടപ്പാക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്താൻ പറ്റില്ല. തിരുത്തലിന്റെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം 30 ഇടങ്ങളിൽ BJP കോൺഗ്രസ് ഡീലുണ്ടെന്നാണ്. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് CPM ആണ്. അതായത് നിങ്ങൾ വായിച്ചു, ഇടതുപക്ഷം വായിക്കുന്ന ഒരു BJP മുഖ്യമന്ത്രിയുടെ സന്ദേശം. എന്നിട്ട് എങ്ങനെയാണ് 30 ഇടങ്ങളിൽ BJP കോൺഗ്രസ് ഡീൽ എന്ന് നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയുക ഇത്രയും പഠിച്ചതിന് ശേഷം? ഇത് ഒരു ആരോപണം എന്ന രൂപത്തിൽ നിങ്ങൾ കാണേണ്ടതില്ല. ഞങ്ങളിപ്പോൾ വിശദമായിട്ടുള്ള ചർച്ച, അതായത് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങൾ വരെ ഞങ്ങൾക്ക് ഉണ്ടായ ഈ തിരിച്ചടിയിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം മണിക്കൂറുകൾ രേഖപ്പെടുത്തി എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഈ റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ തുടർ നടപടിയുടെ ഭാഗമായി പാർട്ടി അംഗങ്ങളല്ലാത്ത, പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് പോലും അവർക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും CPMന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഭാവി പരിപാടികളെക്കുറിച്ചും അഭിപ്രായം രേഖപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് വാട്സപ്പിലൂടെയും മെയിലിലൂടെയും വെബ്സൈറ്റിലൂടെയും എല്ലാം അഭിപ്രായം രേഖപ്പെടുത്താവുന്ന ഒരു സാധ്യത. ഞാനിത് സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും കൃത്യമായി ആധികാരികമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. 30 മണ്ഡലങ്ങളിൽ ഉണ്ടായ വോട്ട് കൃത്യമായിട്ടുള്ള ഏറ്റക്കുറിച്ചിലുകൾ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.5% വോട്ട് കിട്ടി BJPക്ക്. അന്ന് ആ 19% നിന്നും ഏകദേശം 6% വോട്ട് കുറവാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ 3 നിയമസഭാ സീറ്റ് അവർക്ക് കിട്ടി. ഈ 3 നിയമസഭാ സീറ്റ് കിട്ടുമ്പോൾ അവിടെ 3 സ്ഥലത്തും 3ാം സ്ഥാനത്തേക്ക് പോയത് കോൺഗ്രസ് ആണ്. ഇത്തരത്തിലുള്ള കണക്കുകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി VD സതീശൻ നൽകിയില്ലേ? കണക്കുകൾ നിരത്തി. ഇല്ല, VD സതീശൻ മറുപടി കൊടുത്തില്ലെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പുറത്തു വരുമ്പോൾ ഓരോ മണ്ഡലത്തിലും വോട്ടിൽ വന്നിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകളും കണക്കുകളും എല്ലാം പകൽ പോലെ എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ വ്യക്തമാണ്. 19.5% വോട്ട് കിട്ടിയ BJPയുടെ വോട്ട്, NDAയുടെ വോട്ട്, പ്രത്യേകിച്ച് 2020 പാർട്ടി അടക്കം കഴിഞ്ഞ തവണ 3 ലക്ഷത്തോളം വോട്ട് ഒറ്റയ്ക്ക് ആർജിച്ച 2020 അടക്കം NDAയുടെ ഭാഗമായിട്ട് പോലും 6% വോട്ട് കുറഞ്ഞ കണക്കുകളെല്ലാം പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ 86,500 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞതും ആ വലിയ തിരിച്ചടികൾക്കിടയിലും 16,500 വോട്ട് LDFന് കൂടിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ ഞങ്ങൾക്കുള്ള കുറവുകൾ സ്വയം വിമർശനാത്മകമായി ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം 10 കൊല്ലം തുടർച്ചയായി കേരളത്തിൽ നടത്തിയ ഭരണ നേട്ടങ്ങളുടെ ആ ലക്ഷ്യങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതിന്റെ വിഷമവും പോരായ്മയും സംഘടനാപരമായിട്ടുള്ള കുറവുകൾ വരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ റിവ്യൂ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കുറെ കാര്യങ്ങളിൽ ജനങ്ങൾ വിമർശനം ഉന്നയിച്ച കുറെ കാര്യങ്ങളിൽ തെറ്റുപറ്റി എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുകയാണ്, അതിനെ തിരുത്താൻ ശ്രമിക്കുകയാണ് CPM പാർട്ടി. അതിലിപ്പോൾ വെള്ളാപ്പള്ളിയുണ്ട്, പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വമുണ്ട്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിൽ ജനങ്ങൾ വിമർശനം ഉന്നയിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു പാർട്ടി. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണ്. നല്ല കാര്യമായി തോന്നുന്നുണ്ടോ കോൺഗ്രസിന്? ശ്രീമതി ആര്യ, യഥാർത്ഥത്തിൽ CPMന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ട്യൂബ്ലൈറ്റ് പോലെയാണ്. ട്യൂബ്ലൈറ്റ് ആദ്യം സ്വിച്ചിട പെട്ടെന്ന് കത്തില്ല, അതുപോലെയാണ്. അപ്പോൾ തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ പരാജയം ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. അവരെടുത്തിട്ടുള്ള ഈ കഴിഞ്ഞ 5 വർഷക്കാലം എടുത്തിട്ടുള്ള നിലപാടുകളും ജനങ്ങളോട് കാണിച്ച അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ നോക്കുമ്പോൾ ജനങ്ങൾ ഇവരെ വെറുക്കൂ എന്നുള്ളതിൻ്റെ കൃത്യമായ തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നല്ലോ. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ UDF നേടിയ വിജയം, ആ തെരഞ്ഞെടുപ്പിനകത്ത് നേടിയ വിജയത്തിനപ്പുറത്തേക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം, CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തൃശ്ശൂരും അതോടൊപ്പം തന്നെ എറണാകുളവും അതോടൊപ്പം നിലവിലുള്ള കൊല്ലം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഞങ്ങൾ
തിരിച്ചുപിടിക്കുകയും മറ്റ് കോർപ്പറേഷനകത്ത് കണ്ണൂർ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ചെറിയ ഒരു വോട്ടിംഗ് മാത്രമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. BJP ഇവരുടെ ഒരു കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ വലിയ രൂപത്തിലുള്ള തിരിച്ചടി CPM ഉണ്ടായിട്ട് പോലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ബോധ്യം വരാത്തത് പിണറായി വിജയനും ഗോവിന്ദ മാഷക്കും മാത്രമാണ്. ബാക്കി എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഇവരെടുത്ത നിലപാട്. ഇപ്പോൾ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷമാണല്ലോ അയ്യപ്പൻ്റെ വിഗ്രഹം ഉൾപ്പെടെ പിന്നെ അവിടെയുള്ള വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായ ആളുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ദ്വാരപാലക ശില്പം ഉൾപ്പെടെ അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ആ ആഗോള അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥിൻ്റെ, ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിമാരുടെയും പിന്നെ ആശംസയല്ല വായിച്ചത്. രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വർഗീയവാദിയും ബുൾഡോസർ രാജിൻ്റെ അധിപനുമായിട്ടുള്ള ഒരു കള്ള സന്യാസിയായിട്ടുള്ള ഈ പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ പിന്നെ സന്ദേശം വായിക്കാൻ ഒരു മടിയും പിണറായി വിജയനും ദേവസ്വം മന്ത്രിക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ നിലപാടാണ്? തെറ്റിതിരുത്തുന്ന നിലപാടല്ല. അത് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഉറപ്പിക്കാൻ BJPയുമായി ഡീലുണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഈ നാട് അംഗീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിനകത്തുണ്ടായ തിരിച്ചടി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളുമായി ഇവർ കോൺഗ്രസ് ഡീൽ എന്നാണ്. അതിപ്പോൾ ഈ തൂഫാൻ നടക്കുന്ന കാലം, ഗോവിന്ദ മാഷക്കും ആ തൂഫാൻ അടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ബോധമുള്ള ഒരാളും അങ്ങനെ പറയില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനകത്ത് BJPയുമായി ഞങ്ങളല്ല ഡീല്. യഥാർത്ഥ ഡീല് നടത്തുന്ന ആരാ? CPM ആയിരുന്നു, CJP മുന്നണിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. ഇപ്പോഴാണല്ലോ പുതിയ പാർട്ടി വന്നത്. അല്ലാത്ത CJP മുന്നണി ഈ കേരളത്തിനകത്ത് രൂപം കൊണ്ടത് ഇവരുടെ കൂടെ ആയിരുന്നില്ലേ? ഇവർ നടത്തിയ ഇടപെടലായിരുന്നില്ലേ? വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അദ്ദേഹത്തെ കാറിൽ കൊണ്ടുപോയൊക്കെ ചെയ്തതിന് ന്യായീകരിച്ച് മുമ്പോട്ട് പോയ ആളുകളല്ലേ ഇവർ. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം വലിയ തിരിച്ചടി ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്രമല്ല, പാർട്ടി അണികൾ, യഥാർത്ഥത്തിലുള്ള പാർട്ടി അണികൾ ഇവരോടൊപ്പമായിരുന്നില്ലല്ലോ. നേതാക്കന്മാർ പറയുന്ന ഡീല് അംഗീകരിക്കാൻ പാർട്ടി അണികൾ തയ്യാറായില്ല. പയ്യന്നൂർ എന്ന് പറയുന്ന CPMൻ്റെ ചെങ്കോട്ടയായ ഈ കാലമത്രയും, പ്രത്യേകിച്ച് പയ്യന്നൂർ നിയമസഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഇതുവരെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പിന്തുണകൾ ഒരു കക്ഷിയും ജയിക്കാത്ത സ്ഥലത്ത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? എന്താ കാരണം? സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് 40 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റിയ ഒരു MLAയെ കൃത്യമായ തെളിവും അതുമായി ബന്ധപ്പെട്ട രേഖകളും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം പാർട്ടി കമ്മിറ്റിയിൽ ബോധ്യപ്പെടുത്തിയിട്ടും ആ കമ്മിറ്റി ബോധ്യപ്പെടുത്ത ആളെ ഇവർ പുറത്താക്കി. ആ മനുഷ്യനെ അവർ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ബഹുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മരമണ്ഡനായ ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളത്. അയാൾ ഈ ജില്ലയിലുള്ളിടത്തോളം കാലം UDFന് വളരെ ഐശ്വര്യമാണ്. കാരണം ഈ KK രാഗേഷിനെ പോലെയുള്ള ആളുകളാണ് അവിടെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടായപ്പോൾ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ആ പറയുന്ന അഴിമതിക്കാരനായ രക്തസാക്ഷിയുടെ ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയവനെ വീണ്ടും അവിടെ മത്സരിപ്പിച്ചപ്പോൾ പയ്യന്നൂരിലെ സഖാക്കളാണ് വോട്ട് മാറ്റി കുത്തിയത്. പാർട്ടി കോട്ടകളാണ് തകർന്നത്. ആ പാർട്ടിയിലെ കരിവള്ളൂരും അതോടൊപ്പം തന്നെ കാങ്കോൽ ആലപ്പറമ്പും അതോടൊപ്പം തന്നെയുള്ള കോറം ഉൾപ്പെടെയുള്ള CPMൻ്റെ ഏറ്റവും നെടുന്തൂണായ ചെങ്കോട്ടകളാണ്. ആ ചെങ്കോട്ടകളിൽ വലിയ ഭൂരിപക്ഷാർക്ക കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPMൻ്റെ മുൻ നേതാവിനായിരുന്നില്ലേ? എന്തുകൊണ്ടാണ്? അത് പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ആ അണികൾ അവർക്ക് വോട്ട് ചെയ്തില്ലല്ലോ. അത് തിരിച്ചറിയാൻ ഈ പരാജയം ഏൽക്കേണ്ടി വന്നു എന്നതാണ്. അന്ന് ജനങ്ങൾ പറയുന്നത്, അന്ന് പാർട്ടി സഖാക്കൾ പറയുന്നത് കേൾക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായെങ്കിൽ പയ്യന്നൂർ ഇവർക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, എങ്ങനെ TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായത്? ആ പറയുന്ന PK ശ്യാമള എന്ന് പറയുന്ന MV ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യക്കപ്പുറത്തേക്ക് ആ സ്ത്രീ അവരൊരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, ഒരു വ്യവസായിയെ, ആ വ്യവസായിയെ കൊലപ്പെടുത്തിയതില്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യക്ക് പ്രേരണ നൽകിയത് ഈ മുനിസിപ്പൽ ചെയർപേഴ്സണായ PK ശ്യാമളയാണ് എന്നുള്ളത് ആ പാർട്ടി ഘടകത്തിൽ പാർട്ടിയുടെ ഞാൻ റജിലേക്ക് മടങ്ങി വരാം. ശ്രീ MN കാരശ്ശേരി, അല്ല ഈ ചരിത്ര റജിലേക്ക് വരാം, ഞാൻ തിരിച്ചു വരാം, അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ MN കാരശ്ശേരി, ഇപ്പം ജനങ്ങളെ കേൾക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളുമായി അത്രയും അകന്നിരുന്നു പാർട്ടി. ഇപ്പോൾ പല വിഷയങ്ങൾ സജീവമായി നമ്മൾ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ രക്ഷാപ്രവർത്തനം, ആഗോള അയ്യപ്പ സംഗമം, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ ഇപ്പം ഏറ്റവും ഒടുവിലുണ്ടായത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ഒക്കെ സ്ഥാനാർത്ഥിത്വം AN ഷംസീറിനെ പോലെ ആളുകളെ മത്സരിപ്പിക്കാമായിരുന്നു തളിപ്പറമ്പിൽ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജയിച്ചരെ നമുക്കറിയില്ല. പക്ഷെ എന്നാലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ജനങ്ങൾ ചോദിച്ചു, കണക്കുകൾ നിരത്തി. പക്ഷെ എന്നിട്ടും ഇവരെ ഒന്നും മുഖവിലക്കെടുത്തില്ല. അപ്പോൾ ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണോ ഈ തിരുത്തൽ? ഇപ്പോൾ ആര്യ, എനിക്ക് മനസ്സിലാവുന്നത്, തെറ്റ് തിരുത്താനാണെങ്കിൽ ആദ്യം
തോറ്റു എന്നും തെറ്റുപറ്റി എന്നും അംഗീകരിക്കണം. ആ അംഗീകാരത്തിന് ആദ്യം വേണ്ടത് സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാഷ് ആ സ്ഥാനം രാജിവെക്കുകയാണ്. എല്ലാ പാർട്ടികളും എല്ലാ നാട്ടിലും കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദയാണത്. കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പരാജയം CPM വന്നപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണ്? സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം വൻ വിജയമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മാന്യത, അതിൻ്റെ അന്തസ്സ് അദ്ദേഹത്തിനാവുമായിരുന്നല്ലോ. അപ്പോൾ ആ പത്രസമ്മേളനം ഞാൻ കണ്ടു. എനിക്ക് വളരെ തമാശ തോന്നി. തളിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി KK ശ്യാമളയെ നിശ്ചയിച്ച് കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതിയല്ലോ അവളെ നിർത്തണ്ട, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ. അപ്പോൾ ഇതൊക്കെ ആരെ കബളിപ്പിക്കാനാണ്? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് ചാനൽ ചർച്ചകളിൽ ഞാൻ അടക്കമുള്ള എത്രയോ ആളുകൾ ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ എത്രയോ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അന്ന് ഞാൻ അടക്കമുള്ള ആളുകളെ കഴിയുന്നത്ര തെറി പറഞ്ഞ് നിശബ്ദരാക്കാനാണ് ഇവർ ശ്രമിച്ചത്. അപ്പം ഇപ്പോൾ ഈ ആലോചിച്ച് നോക്കൂ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒരൊറ്റ പ്രതിക്കും 90 ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാത്ത കാര്യം കൊണ്ട് സ്വാഭാവികമായി അവർ ജാമ്യം നേടിപ്പോയി. 20 മുതൽ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയല്ലേ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വിശ്വാസികളുടെയോ അയ്യപ്പ ഭക്തന്മാരുടെയോ ഒന്നും പ്രശ്നമല്ല. അത് ഈ നാട്ടിലെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ്. കളവ് കേസാണത്. അല്ലാതെ ഹൈന്ദവ ഭക്തിയുടെയോ അയ്യപ്പ ഭക്തിയുടെയോ ഒന്നും കാര്യമല്ല. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് എനിക്ക് അറിഞ്ഞൂടാ സ്വർണം ഒരു ദേവാലയത്തിൽ നിന്ന് കളവ് പോയി. എന്നിട്ട് അയ്യപ്പ സംഗമം അതിന് മുമ്പ് നടത്തി. അതെന്തിനാണ് നടത്തിയത്? നായർ ഈഴവ സഖ്യം ഉണ്ടാക്കാനുള്ള വേദി ഒരുക്കിയതാണ്. ഇവരെന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നേതാവല്ലേ AK ബാലൻ, അദ്ദേഹം എന്താ പ്രവചിച്ചത്? UDF ഭരണം കിട്ടിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അപ്പം ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം വർഗീയതയുടെ വോട്ടാണെന്നാണ്. ഇപ്പം പറയുന്നത് BJPയുടെ വോട്ടാണ്. അവർക്ക് തന്നെ ഒരു തീർച്ചമൂർച്ചയില്ല. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അന്നത്തെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഴുവൻ അസംബന്ധമായിരുന്നു, അബദ്ധമായിരുന്നു. അത് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും വിരോധം വളർത്തിയിട്ട് ഇവിടെ BJP വളർത്താനുള്ള നിലവൊരുക്കുക അദ്ദേഹം ചെയ്തത്. അതൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലായില്ലാന്നു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം ലീഗിനെയാണ് വിമർശിച്ചത്. ലീഗിനെല്ലാം വിമർശിച്ച് ലീഗിനെ വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കാം. മുസ്ലിങ്ങളെ വിമർശിക്കാം. പക്ഷെ കാര്യമുള്ളൂ പറയുന്നതിന്. എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ ജാതി വർത്താനം പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു സ്ഥിതി അവിടെ ഇല്ല. അവിടെ ഇല്ല നമുക്കൊക്കെ അറിയാം. അപ്പോൾ അയ്യപ്പ സംഗമത്തിൽ വെച്ചിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ ശ്രീ പിണറായി വിജയൻ ഭക്തനാണ്. അതിനിതുവരെ അദ്ദേഹം മിണ്ടിയില്ലല്ലോ. എന്താ മിണ്ടാത്തത്? അതൊക്കെ ഹിന്ദു വികാരത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അദ്ദേഹം 2006 മത്തായി ചാക്കോ കർത്താവിൽ നിദ്ര പ്രാപിച്ചത് അന്ത്യകൂദാശ സ്വീകരിച്ചിട്ടാണ് എന്ന് പറഞ്ഞ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് വെള്ളാപ്പള്ളി. അല്ല ക്ഷമിക്കണം, പിണറായി വിജയൻ. അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ എന്തൊക്കെ അസംബന്ധങ്ങൾ, എന്തൊക്കെ അനാവശ്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആവർത്തിക്കുന്നത് മഹാ അലമ്പാണ്. അതൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് തിരിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതൊരു സാമർഥ്യമാണ്. അത് അന്ന് തിരിയായിരിക്കാൻ മാത്രം പൊട്ടന്മാരാണ് ഇവരൊക്കെ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ബാങ്ക് ഉള്ളത്? പയ്യന്നൂരിൽ അല്ലെങ്കിൽ തളിപ്പറമ്പിൽ. അവിടെയൊക്കെ പറഞ്ഞ അതല്ലേ കുഞ്ഞികൃഷ്ണനെ, അതായത് ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച മധുസൂദനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയ കുഞ്ഞികൃഷ്ണനെ M സ്വരാജ് വിളിച്ചത് കള്ളൻ എന്നാണ്. സ്വന്തം പാർട്ടിക്കാർ വോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചപ്പോൾ MLA ആക്കി. അപ്പോൾ അന്ന് TK ഗോവിന്ദ മാഷ് എന്താ ചോദിച്ചത്? എന്തുകൊണ്ടൊരു സ്ത്രീ വേണമെന്നുണ്ടെങ്കിൽ അത് ശ്യാമള വേണമെന്നുണ്ടോ, സുകന്യ പോരെയെന്ന് ചോദിച്ചു. അതിന് മറുപടി ഇല്ലല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ആത്യന്തിക സാഹചര്യത്തിൽ മത്സരിച്ച ആളുകളാണ്. സ്വന്തം പാർട്ടിക്കാരാണ് അവർക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ അണികൾക്ക് വിശ്വാസമില്ല. പിന്നെ ഇപ്പോൾ ഇത് ആത്മാർത്ഥമാണ് എന്ന് ഞാൻ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെപ്പോലെ വിചാരിക്കുന്ന കുറേ ആളുണ്ടാവും. MV ഗോവിന്ദൻ മാഷി പത്രസമ്മേളനം നടത്തല്ലേ വേണ്ടത്? അദ്ദേഹം ആദ്യം രാജിവെക്കണം. ആ പോരായ്മകളുടെ, വീഴ്ചകളുടെ, പരാജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ അധികവും തനിക്ക്
ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാജിവെക്കണം. പിന്നെ രാജിവെക്കേണ്ട ഒരാൾ ശ്രീ പിണറായി വിജയനാണ്. ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ പരാജയത്തിന്, ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് ഒന്നാമത്തെ കാരണം പാർട്ടി സെക്രട്ടറി ഗോവിന്ദ് നമ്പാഷും രണ്ടാമത്തെ ഉത്തരവാദി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനാണ്. അവരത് ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ പാർട്ടികൾക്ക് അവരെ വിശ്വാസം വരുള്ളൂ. ശരി, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പം കഴിഞ്ഞ 10 വർഷക്കാലം ക്യാപ്റ്റൻ, ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ പിണറായി വിജയനായിരുന്നു, നായകൻ പിണറായി വിജയനായിരുന്നു. PB നിന്ന് പ്രത്യേക ഇളവ് വാങ്ങിയാണ് ഇത്തവണ അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നതും. അപ്പോൾ തോറ്റതിന് ശേഷം ഒരു ഫേസ്ബുക്കിൽ, കുറച്ച് ദിവസത്തിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ്, അതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന തെറ്റ് സംഭവിച്ചു, ചില തെറ്റുകൾ സംഭവിച്ചു, പരാജയപ്പെട്ടു, ജനവിധി അംഗീകരിക്കുന്നു, അങ്ങനെയൊന്നും മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം ആദ്യമായി പിണറായി വിജയനെ നമ്മൾ കണ്ടത്, നമ്മളോട് സംസാരിച്ചത് ED വീണ ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തെ അദ്ദേഹം താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എത്തിയ സമയത്താണ്. അത് മതിയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ ഓരോ വിഷയത്തിലും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. നിങ്ങൾക്കിത് അറിയില്ലാത്തതല്ലല്ലോ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാരിശ്ശേരി മാഷ് അടക്കമുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത്തരത്തിലുള്ള പ്രവൃത്തി തുടരും. ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം, കേരള ചരിത്രത്തിൽ ഇത്രയും വലിയ തോൽവി ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടേ ഇല്ല എന്ന്. അങ്ങയുടെ ശ്രദ്ധ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തോൽവിയും 17 സീറ്റിൽ CPM ഒതുങ്ങിയതുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒതുങ്ങുമ്പോഴും 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കേരളത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വന്നത്, സമയം കിട്ടുമ്പോൾ കാരിശ്ശേരി മാഷ് കേരളത്തിന്റെ ജനാധിപത്യ പോരാട്ടങ്ങളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ കൊള്ളാം. കാരണം ഇത്തരം കാര്യങ്ങൾ അറിയില്ലാത്ത ആളല്ലല്ലോ. വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമമാണ്. ഞാൻ ആദ്യം ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഏതെങ്കിലും തരത്തിലൊരു റിവ്യൂ റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കി ഇന്നതാണ് ഈ പരാജയത്തിന്റെ കാരണം എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയല്ല ഈ തവണ സ്വീകരിച്ചത്. ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു രീതി ഞങ്ങൾ മുന്നോട്ട് വെച്ചു. മുഴുവൻ പാർട്ടി അംഗങ്ങളെയും കേൾക്കുക, പാർട്ടി സെക്രട്ടറി അടുത്ത് ഘടകങ്ങളെയൊക്കെ കേട്ട്, അതായത് കുറെ അധികം പ്രവർത്തകരെ, പാർട്ടി പ്രവർത്തകരെ കേട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയത്. ഇത്രയും അധികം ആളുകളെ കേട്ടിട്ടും അതിൽ ഒരാൾ പോലും ഇനി നയിക്കാൻ പുതിയൊരു മുഖം വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. നേരത്തെ അരുൺ പറഞ്ഞു, ഈ ചർച്ചയിൽ തുടക്കത്തിൽ അരുൺ പറഞ്ഞു, ഒന്നും മറച്ചു വെക്കാനില്ല, അതുകൊണ്ടാണ് തെറ്റ് പറ്റി, ആ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് തുറന്നു സമ്മതിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ വിമർശനങ്ങൾക്കപ്പുറം കേട്ടൊരു കാര്യം, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയൊരാൾ വരണം, പാർട്ടി സെക്രട്ടറി മാറണം, അങ്ങനെ പല ആവശ്യങ്ങളും ജനങ്ങളിൽ നിന്ന് എന്തായാലും ഉയരുന്നുണ്ടായിരുന്നു. കാരണം പിണറായി വിജയനെ പിണറായി വിജയൻ എന്ന ഒരൊറ്റ മുഖം വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അമ്പേ പരാജയപ്പെട്ടു. അപ്പോൾ ആ മുഖം മാറേണ്ടതല്ലേ അരുൺ? ഇതാണ് ഈ ചോദ്യത്തിനൊരു പ്രാധാന്യമുണ്ട്. ഇവരുടെ ലക്ഷ്യം ഇടതുപക്ഷം മാത്രമല്ല. ആ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ അവരുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു തരത്തിലും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാത്ത, പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലാത്ത അവിടെ കുടുംബാംഗങ്ങളെ പോലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഫാസിസവും വലതുപക്ഷ ശക്തികളും എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചു കൊണ്ടിരുന്ന നിലപാടാണ്. പല ഘട്ടത്തിലും വസ്തുതയുമായി പുലബന്ധമില്ലാത്ത നുണകൾ വരെ ഇവർ അതിനുവേണ്ടി ഉപയോഗിക്കും. അത് നിയമസഭയ്ക്ക് അകത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉപയോഗിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്റ്റാലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം പറഞ്ഞ നുണപ്രചരണം നമ്മുടെ മുന്നിലുണ്ട്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഞങ്ങൾ കൃത്യമായി വിശദമായി, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മുഴുവൻ ബ്രാഞ്ച് വരെ കൂടി പാർട്ടി അംഗങ്ങളല്ലേ പാർട്ടി ബ്രാഞ്ചിൽ പങ്കെടുക്കുക, അവരെ പുറത്തുനിന്നുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗം. ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അരുൺ, ഹിറ്റ്ലറെയും സ്റ്റാലിനെയും അടിയന്തരാവസ്ഥയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കും. എന്നിട്ട് നമുക്ക് നിലവിൽ, ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു, ജനങ്ങളെ കേൾക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ ജനങ്ങൾ സ്വാഭാവികമായും ആ ക്യാപ്റ്റനോട് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ നോ പറഞ്ഞത്. അപ്പോൾ ആ ക്യാപ്റ്റനെ മാറ്റേണ്ടേ? അതിൽ എവിടെയാണ് ഫാസിസവും വലത് ശക്തിയും ഒക്കെ വരുന്നത്? അതൊരു സ്വാഭാവികമായൊരു ചോദ്യമല്ലേ? ഞാൻ അരുൺ ഇപ്പം കുടുംബത്തെയൊക്കെ വേട്ടയാടുന്നു. ഞാൻ അരുൺ ഒരു പ്രതികരണം കേൾപ്പിച്ചുതരാം. കഴിഞ്ഞ ദിവസം 27-ാം തീയതി തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥരെത്തി. എന്തുകൊണ്ടെത്തി? അത് വീണ ടി, അദ്ദേഹത്തിന്റെ മകൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നേ ചോദ്യം ചെയ്യാനും കഴിയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി നടത്തിയൊരു പ്രതികരണമുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം അരുൺ.
RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും എത്രയോ കാലം വേട്ടയാടിയ, ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPIMന്റെ പ്രമുഖ നേതാവാണ് സഖാവ് പിണറായി. ആ പിണറായിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ കടന്നാക്രമം വരുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അത് വ്യക്തിപരമായി പിണറായിക്കെതിരായിട്ടുള്ള കടന്നാക്രമമല്ല, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. ഈ കടന്നാക്രമത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കൽ കേന്ദ്രങ്ങളിലുമെല്ലാം ജനങ്ങൾ സ്വമേധയാ പ്രകടനമായി പ്രതിഷേധമായി രംഗത്തിറങ്ങുകയാണ്. ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധിക്കുമെന്ന് അത് 13 ദിവസം മുൻപ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തിന് പ്രതിഷേധിച്ചു? എന്തിനാണ് 25 പാർട്ടി പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നത്? എന്ത് കാര്യത്തിന്? വീണ ടിയെ ചോദ്യം ചെയ്യാൻ ED ഉദ്യോഗസ്ഥർ വരുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസത്തെ തകർക്കാനുള്ള ശ്രമമാകുന്നത്? അരുൺ, ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമല്ലേ? കഴിഞ്ഞ ദിവസം തെളിവെടുക്കാൻ വേണ്ടി ആ പ്രവർത്തകരെ, വിദ്യാർത്ഥികൾ അടക്കമുണ്ട്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അതിൽ ആ സഖാക്കൾ അവരെ കൊണ്ടുവന്നു ആ വീടിന് മുന്നിലേക്ക്. ഒരാൾ ആ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല, ഒരു നേതാവും അവിടെ ഉണ്ടായിരുന്നില്ല. ആർക്ക് പോയി? ആ കുടുംബങ്ങൾക്ക് പോയി. എന്തിനാണ് അന്നത്തെ പ്രതിഷേധം പോലും? രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം, അതിൽ പാർട്ടിക്കുള്ള റോൾ എന്താണ് അരുൺ? ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയത് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ച തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ നിങ്ങളെല്ലാം നേരത്തെ നിശ്ചയിച്ച അജണ്ടയിലേക്ക് പോയി. ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യാനിരുന്നത് ഭൂരിഭാഗം മാധ്യമങ്ങൾ, താങ്കളുടെ മാധ്യമം എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, എല്ലാവരും ചർച്ച ചെയ്യാനിരുന്നത് നേരത്തെ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന EDയും സമൻസും മറ്റു കാര്യങ്ങളാണ്. അതിനിടയിലാണ് 4 മണിക്ക് ഗോവിന്ദൻ മാഷിന്റെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായി CPM കണ്ടെത്തിയ കാര്യങ്ങൾ, അതിന്റെ തിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവി പരിപാടികളെ കുറിച്ചിട്ടാണ് ചർച്ച. ആ ചർച്ച ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തു വെച്ച അജണ്ടയിലേക്ക് പോയില്ലേ? ഇത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് തൂഫാൻ അടിച്ച സംസ്ഥാന സെക്രട്ടറി, ഏത് പച്ചയ്ക്ക് പറയാലോ, മയക്കുമരുന്ന് അടിച്ച സംസ്ഥാന സെക്രട്ടറി. താങ്കൾ തിരുത്താൻ സമ്മതിച്ചോ? ഒരു പൊതു ചർച്ചയുടെ സ്പിരിറ്റിന് ഉൾക്കൊള്ളുന്ന കാര്യമാണോ ഈ പറയുന്നത് എന്നൊരു വാക്ക്, ഒരു ആങ്കർ എന്ന രൂപത്തിൽ താങ്കളുടെ മൊഴി വന്നില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് മരമണ്ടനായ ജില്ലാ സെക്രട്ടറി. സാധാരണ ഇത്തരം ചർച്ചകളിൽ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി എത്ര ആളായാലും, ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി എന്ന ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന ഒരു ചർച്ചയുടെ സ്പിരിറ്റ് ഉണ്ട്. കാരിശ്ശേരി മാഷിനും ഈ പറയുന്ന വാദത്തോട് എതിർവാദമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഉണ്ടെങ്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിക്കോട്ടെ. അത്തരം മോശമായ വാക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ മയക്കുമരുന്നടിച്ച് ആൾ എന്ന് പറയുമ്പോൾ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക എന്ന രൂപത്തിൽ അത് ഈ ചർച്ചയുടെ സ്പിരിറ്റിന് ചേർന്നതാണോ എന്ന് താങ്കൾ ചോദിച്ചില്ലല്ലോ. മരമണ്ടനായ ജില്ലാ സെക്രട്ടറി എന്ന് ഉപയോഗിക്കുമ്പോഴും ഒരാളും ഉപയോഗിക്കുന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായി മാധ്യമങ്ങൾ അജണ്ട വച്ചുകൊണ്ടുള്ള ശ്രമം എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കളിയാക്കും. ഇപ്പോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ ഇടപെടേണ്ടതായിരുന്നു, അത് എന്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ അരുൺ, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിലേക്കും അരുൺ വന്നിട്ടില്ല, അതും ശ്രീ അരുൺകുമാർ, നമ്മൾ സംസാരിക്കുക ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ആ സമയത്ത് ആ പറഞ്ഞതിൽ ഞാൻ അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കുകയാണ്. ആ സമയത്ത് റെജിലിനെ ഞാൻ തിരുത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ മാധ്യമങ്ങളുടെ അജണ്ടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് രാവിലെ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമല്ലേ, ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലാണല്ലോ സ്വാഭാവികമായും ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച നടത്താറ്. അപ്പോൾ ഇന്ന് രാവിലെ ED വീണ ടിക്ക് സമൻസ് കൊടുത്തു, വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാ മാധ്യമങ്ങളും അത് തന്നെയല്ലേ ചർച്ച ചെയ്യുക. അപ്പം ഞാനിവിടെ CMRL കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചോ ഒന്നുമല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് പാർട്ടി എന്തിനാ ആ വിഷയത്തിൽ ഇടപെട്ടു, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ചോദ്യം. അതിൽ CMRLോ വീണ ടിയോ കക്ഷിയല്ല. പാർട്ടിക്ക് എന്താണ് അതിൽ റോൾ? പാർട്ടിക്ക് ഒരു റോളും ഇല്ലാത്ത വിഷയമാണ്. എന്ത് റോളാണുള്ളത്? 2 കമ്പനികൾ തമ്മിലുള്ള ഇഷ്യൂ, അത് എങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ. ഇന്ന് നിങ്ങളുടെ എല്ലാ നേതാക്കളും, ജോൺ ബ്രിട്ടാസും NN കൃഷ്ണദാസും
എല്ലാ നേതാക്കളും ഒരേ ശബ്ദത്തിൽ പറഞ്ഞല്ലോ വീണ ടി നിയമ നടപടി സ്വീകരിക്കുമെന്ന്. അത് നേരത്തെ സ്വീകരിക്കേണ്ടതല്ലേ എന്നുള്ളത് മാത്രമാണ് എന്റെ ക്വസ്റ്റ്യൻ. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞ് എനിക്ക് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കേണ്ട, പ്രത്യേകിച്ച് എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും എൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെയും വളരെ മോശമായിട്ടൊരു കോൺഗ്രസ് പ്രതിനിധി അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. ഞാൻ ആ കടമ ഞാൻ എന്റെ തെറ്റ് പറ്റിയത് ഞാൻ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഞാനത് പറയാതെ എനിക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം, ഇവിടെ സഖാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, സഖാവ് പിണറായി വിജയന്റെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നു എന്ന രൂപത്തിൽ വാർത്ത വരികയും ആ തരത്തിൽ പ്രചരണം വരികയും വലിയ തരത്തിൽ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം വരികയും ചെയ്തു. ആ സമയത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ ഈ കേസുമായിട്ട് വലിച്ചിഴക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ ചെറുക്കേണ്ടി വരും. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ ആ വീട്ടിലേക്ക് വരികയും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. പിന്നീട് സഖാവ് പിണറായി തന്നെ വ്യക്തമാക്കി അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടസമയത്തൊന്നും അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിട്ടില്ലോ. അപ്പൊ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പാർട്ടി പ്രവർത്തകനെ ആയാലും തെറ്റായ രീതിയിൽ കേസുകളിലേക്ക് വലിച്ചിഴക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ആ കടമ നിർവഹിച്ചു. പിന്നെ പാർട്ടി പ്രവർത്തകർ കേസിൽ പ്രതിയായി അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾ ചോദിച്ചു. അതൊക്കെ ഈ പാർട്ടിക്ക് വിട്, അത് നിങ്ങൾ എടുക്കണ്ട. ഞാനൊന്നും എടുക്കുന്നില്ല, പാർട്ടി തന്നെ തിരുത്തട്ടെ. ഞാൻ ചോദിച്ചു, ഇപ്പൊ നേരത്തെ ശ്രീ എം എൻ കാരശ്ശേരി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ മാറണ്ടേ, എം വി ഗോവിന്ദൻ മാറണ്ടേ എന്ന്. അതുകൂടി ഒരു ചോദ്യമല്ലേ? അവിടെ കൂടി ഒരു തിരുത്ത് വേണ്ട. അവിടെ എന്റെ ചോദ്യം, ഇത്രയും അധികം പാർട്ടി പ്രവർത്തകരെ കേട്ട് നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ ആ ഒരു കീഴ്ഘടകങ്ങളിൽ നിന്നും നേതൃമാറ്റം എന്നൊരു ശബ്ദം ഉണ്ടായില്ല അരുൺ? ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 വർഷം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസും സമ്മേളനമൊക്കെ നടക്കും, ഭാരവാഹികൾ വരും. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു മുഖ്യ അജണ്ടയല്ലല്ലോ. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഞങ്ങളുടെ പ്രഖ്യാപിത പാർട്ടി പരിപാടി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ വരുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴേക്കും, ഒരു തോൽവി വരുമ്പോഴേക്കും ആ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ഞങ്ങളുടെ നേട്ടങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അത് നേതൃമാറ്റം എന്ന രൂപത്തിൽ അത് കോൺഗ്രസിന്റെ സംസ്കാരം നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റി നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യകണ്ഠേന 35 പേരും ചേർന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അടക്കം ഐക്യകണ്ഠേന തന്നെ സംസ്ഥാന പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതാണ്. അതിലൊന്നും ഒരു തരത്തിലുള്ള പുനഃപരിശോധനയോ ഇടപെടലും അല്ല ഇപ്പോഴത്തെ ലക്ഷ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വർദ്ധിത വീര്യത്തോടെ പാർട്ടി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും, ഞങ്ങളെ എതിർക്കുന്നവരെയും മാധ്യമ പ്രവർത്തക എന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ അല്ല CPM എന്ന പാർട്ടിയുടെ ആത്യന്തിക ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, സമൂഹത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. അതാണ് അരുൺ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ പിണറായി വിജയനെ മാറ്റിയില്ല, എം വി ഗോവിന്ദനെ മാറ്റിയില്ല പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. അത് തിരുത്തലില്ല. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായത് ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ് എന്നാണ് പറയുന്നത്. അത് പാർട്ടിക്ക് വിട്ടുകൊടുത്തോട്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് വിമർശനം പാർട്ടി കേൾക്കാതെ പോകുന്നതാണോ റിജിൽ? ശ്രീമതി, അത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിണറായി വിജയൻ മാറണം, ഗോവിന്ദൻ മാഷ് മാറണം, അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അവരുടെ കാര്യമാണ്. പക്ഷേ അവരുടെ പാർട്ടി സഖാക്കൾ, ഇപ്പോൾ ഈ സൈബർ കടന്നൽ കൂട്ടങ്ങൾ എന്ന് പറയുന്ന അവരുടെ പാർട്ടിക്ക് വേണ്ടി ഈ കഴിഞ്ഞ 5-10 വർഷക്കാലം പോരാടുന്ന അണികളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടി നേതൃത്വത്തെ അതിശക്തമായി വിമർശിക്കുന്നത്. ഇവർ മാറ്റണമെന്ന് പറയുന്നത്, ഗോവിന്ദൻ മാഷയും AK രാഗേഷിനെയും പിണറായി വിജയൻ ഉൾപ്പെടെ മാറണമെന്ന് പറയുന്നത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഇവരുടെ സൈബർ ഇടങ്ങളിൽ നിന്ന് ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. ഈ MV ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനിശ്ചിതമായ വിമർശനമാണ് പാർട്ടിയുടെ തളിപ്പറമ്പ് മേഖലകളിൽ നിന്ന്, മയ്യിൽ, കുറ്റ്യാട്ടൂർ, അതോടൊപ്പം തന്നെയുള്ള ആന്തൂർ ഉൾപ്പെടെയുള്ള CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ പാർട്ടി സഖാക്കൾ പരസ്യമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടില്ലേ. ആ പരസ്യമായി രംഗത്ത് വന്ന ആ പാർട്ടി സഖാക്കളുടെ അഭിപ്രായത്തെ പോലും അംഗീകരിക്കാതെ പാർട്ടി അടിച്ചേൽപ്പിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ. ആ സ്ഥാനാർത്ഥി അടിച്ചേൽപ്പിച്ചപ്പോൾ ആരെ മത്സരിപ്പിച്ചാലും ഞങ്ങൾ ജയിക്കും, നിങ്ങൾ ആരാ ചോദിക്കാനെന്ന ധാർഷ്ട്യമായിരുന്നുവല്ലോ PK ശ്യാമളുടെ സ്ഥാനാർത്ഥിത്വം. എന്തേ സംഭവിച്ചത്?
അതിൻ്റെ തിരിച്ചടിയല്ലേ കിട്ടിയത്. ഇപ്പോൾ അവരെ പാർട്ടി സെക്രട്ടറി ആരാവണം അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ കെ രാഗേഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നും അത് കട്ടു എന്നും അത് ബോധ്യപ്പെട്ട ഒരാളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കെ രാഗേഷിൻ്റെ ഒരു മറുപടിയാണ്, ബഹുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം പൊതുജനത്തോട് പറയണ്ട. ഇങ്ങനെ പറയുന്ന ആൾ ഞാൻ എന്താ പറയേണ്ടത്? സ്വാഭാവികം ആൾ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞോളൂ. അദ്ദേഹം വലിയ ബുദ്ധിമാനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ അനുസരിച്ച് ഒരാൾ ഇങ്ങനെ പറയില്ല. ബഹുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം പൊതുജനങ്ങൾ പിന്നെ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്രീമതി ആര്യക്കറിയോ അരുണിനറിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികം അങ്ങനെ പറഞ്ഞ ഒരാളെക്കുറിച്ച് പറഞ്ഞു പോയാൽ മാത്രമേ ഉള്ളൂ. അതുമാത്രം. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്, ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. CPM 5 വർഷക്കാലം അവരുടെ പാർട്ടി ഘടകങ്ങൾ എല്ലാ തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം ജനപക്ഷത്തിനെതിരായിട്ട് നിലപാടുകളും അവർ സ്വീകരിച്ചു. മാത്രമാണോ ഇവിടുത്തെ ഒരു കൃത്യമായ ഒരു ഇസ്ലാമോഫോബിയ ഈ തെരഞ്ഞെടുപ്പിൽ BJP അതോടൊപ്പം സംഘപരിവാർ അതുപോലെ തന്നെയുള്ള പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവരുടെ ആളുകൾ പറയുന്നതിനേക്കാളും വലിയ ഉച്ചത്തിലായിരുന്നു. AK ബാലനെ പോലെ ശ്രീ കാരശ്ശേരി മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നല്ലോ, ഈ വിജയരാഘവനെ പോലുള്ള ആൾ പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വളരെ കൃത്യമായി BJPയുടെ സ്പേസ് ആരെ ഏറ്റെടുത്തത്? ഈ പറയുന്ന CPM നേതാക്കന്മാരായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ AKG സെൻറ്ററിൽ വിളിച്ച് ചോദിക്കേണ്ട ഗതികേടായിരുന്നു. കാരണം എന്താ പ്രസ്താവന നടത്തണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടാവും, ഈ പറയുന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കൃത്യമായ രൂപത്തിലുള്ള ഒരു ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ഇവരിവിടെ കൊണ്ടുവന്നു. മുസ്ലിം ലീഗിനെതിരായിട്ടല്ലല്ലോ അവർ പറഞ്ഞത്. ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, ആ സംഘടന കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എത്ര സ്വാധീനമാണ് ചെലുത്തിയത്? ആ സംഘടനയെക്കുറിച്ച് ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുബോധം എന്താണ്? അത് RSS സംഘപരിവാറും പറയുന്ന കാര്യമാണ്. ആ കാര്യം തന്നെയാണ് CPM ആളുകൾ പറയുമ്പോൾ ഈ നാട്ടിനകത്തെ പ്രത്യേകിച്ച് ഭൂരിപക്ഷങ്ങൾക്കിടയിൽ ഒരു തരത്തിൽ സംശയം ഉളവാക്കി ആ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് സ്വീകരിച്ച് ജയിക്കാൻ പറ്റും എന്നുള്ള വളരെ കൃത്യമായ രൂപത്തിലുള്ള നിലപാടായിരുന്നു അവരുടെ നിലപാട്. നിങ്ങൾ മനസ്സിലാക്കണം. കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ഇപ്പോൾ പുനരന്വേഷണം നടക്കുക. എന്താ ലക്ഷ്യം? KK ശൈലജ ടീച്ചർക്കെതിരായി ഷാഫി പറമ്പിൽ കാഫിർ പ്രയോഗം നടത്തി എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് അത് പ്രചരിപ്പിച്ചതാരാ? പ്രചരിപ്പിച്ചത് DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി റിബേഷ് രാമകൃഷ്ണനല്ലേ? അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരുന്നു? അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ മുമ്പിൽ ഷാഫി പറമ്പിലിനെ ഒരു മറ്റു രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ജയിക്കാനുള്ള ഏറ്റവും നികൃഷ്ടമായ നിലപാടല്ലേ, ഒരു വൃത്തികെട്ട നിലപാടല്ലേ CPM സ്വീകരിച്ചത്? അപ്പോൾ കേരളത്തിൽ കുറച്ച് കാലങ്ങളായി അവർ കൊണ്ടുവന്ന ഈ രാഷ്ട്രീയം കേരളത്തിൻ്റെ സമൂഹത്തിന് മുമ്പിൽ വളരെ രൂപത്തിലുള്ള സംശയങ്ങൾ ഇടയാക്കി എന്നുള്ളത് വസ്തുതയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ വർഗീയതക്കെതിരായി പോരാടുന്നവരാണ് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പാർട്ടി തികഞ്ഞ വർഗീയവാദികളായി RSSകാരെയും BJPക്കാരുടെയും സംഘപരിവാറുകാരുടെയും അവരുടെ കുഴലൂത്തുകാരായി CPM നേതൃത്വം മാറി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയായില്ലേ? അപ്പൊ അതൊക്കെ അവർ വിശകലനം ചെയ്യണം. അപ്പൊ തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഈ വലിയ പാതാളത്തിലേക്ക് പോയ പരാജയമാണ്. CPMന്റെ പാർട്ടി കോട്ടകളിലാണ് ഈ വലിയ പരാജയം ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇവർ പറയാം 30 സീറ്റിൽ BJP വോട്ട് കുറഞ്ഞു, ഞങ്ങൾ നേടിയത്. ഞങ്ങൾക്ക് എന്ത് BJP വന്നു? ഞങ്ങൾ ഈ രാജ്യത്ത് എതിർക്കുന്ന BJP-യാ, രാഹുൽ ഗാന്ധി എതിർക്കുന്ന BJP-യാണ്. നിങ്ങളാണ് BJPക്ക് അനുകൂലമായ നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ BJP എന്ന രൂപത്തിലുള്ള പാർട്ടി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കുറിച്ച് വിശദമായ ഒരു വിമർശനം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? മാത്രമല്ല ഒറ്റ സെക്കൻഡ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നരേന്ദ്രമോദിക്കെതിരായി ഈ പറയുന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏക CPMന്റെ മുഖ്യമന്ത്രിയല്ലേ, എവിടെയും പ്രസംഗിച്ചിട്ടുണ്ടോ? ബംഗാളിൽ പോയിട്ടുണ്ടോ? ത്രിപുരയിൽ പോയിട്ടുണ്ടോ? എവിടെയും പ്രസംഗിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ തമ്മിൽ ഡീലായിരുന്നു. ആ ഡീല് മറച്ചു വെക്കാൻ ഈ പറയുന്ന ഗോവിന്ദ മാഷ് ഇത്തരം ആരോപണം പറയുമ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞു പോയതാണ്. അല്ലാണ്ട് മര്യാദ അല്ലെങ്കിൽ അല്പം ബുദ്ധിയുള്ള അല്പം ബോധമുള്ള ഒരു മനുഷ്യനും പറയാത്ത കാര്യം ഗോവിന്ദ മാഷ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരം ഒരു പ്രയോഗം നടത്തേണ്ടി വന്നത്. ശരി, ശ്രീ MN കാരശ്ശേരി, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഓരോ 100 മീറ്ററിലും ഇടതുപക്ഷം തുടർഭരണം ക്യാപ്റ്റൻ അതിൽ ഒരൊറ്റ മുഖം മാത്രമായിരുന്നു. അത് അന്ന് വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു. പിണറായി വിജയന്റെ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. ഇത്തവണ UDF ജയിച്ചു, പക്ഷേ LDF തോറ്റു. അപ്പം LDFന് നയിച്ച ക്യാപ്റ്റൻ എന്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ തോറ്റു, അല്ലെങ്കിൽ എവിടെയാണ് പിഴച്ചത്, അല്ലെങ്കിൽ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യും? കാരണം അത്രയും ദിവസം സമ്മതിച്ചു കൊണ്ടിരുന്ന മുഖമാണ്, അത്രയും ദിവസം കാണിച്ചു കൊണ്ടിരുന്ന മുഖമാണ്. ആ മുഖം ഒന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. അത് വേണ്ടിയിരുന്നില്ലേ? ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ശരിയാണ്, തെറ്റ് തിരുത്തി പരിശോധിക്കും, തിരിച്ചു വരാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നെങ്കിലും പിണറായി വിജയൻ അന്ന് പറയേണ്ടിയിരുന്നതല്ലേ? ആര്യ, അതിനുമുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് അരുൺകുമാർ ചൂണ്ടിക്കാണിച്ച ഒരു തെറ്റെനിക്ക് തിരുത്തേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത്
77 തെരഞ്ഞെടുപ്പ് ഫലം ഓർക്കാതെ പോയി. എൻ്റെ ഓർമ്മത്തെറ്റിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരാളെയും ഞാൻ പിന്തുണച്ചിട്ടും ഇല്ല. അത് അരുൺകുമാർ മനസ്സിലാക്കുക. ആര്യ ചോദിച്ച ചോദ്യം, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ ഒരിക്കലും മൂന്നാം ഭരണം ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചിട്ടേയില്ല. വാർത്തകളിൽ കണ്ടത് വിജയാഘോഷത്തിന് വേണ്ടി പന്തലൊരുക്കാൻ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നു എന്നാണ്. പിന്നെ ഈ 140 മണ്ഡലങ്ങളിൽ തന്നെ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചതിനൊക്കെ അർത്ഥം ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ മഹിമ കൊണ്ട് മാത്രം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ആ ഇത് സഹായിച്ചത്, ആ പ്രചരണം. അപ്പോൾ നവകേരള സദസ്സിൻ്റെ യാത്രയുടെ ആ ബസ്സിലെ പ്രശ്നങ്ങളൊക്കെ അന്ന് തല്ലുകൊണ്ട ശ്രീ തോമസ് ആ വകയിലും കൂടിയാണ് MLA ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തിരിച്ചടിയായി. ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിയായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അന്വേഷണത്തിലുള്ള പിടിപ്പുകേട് തിരിച്ചടിയായി. എല്ലാം കുറെ എണ്ണം അവർ അംഗീകരിച്ചു. രക്ഷാപ്രവർത്തനം ഒരു തെറ്റായി എന്ന് ഇപ്പോഴും വിലയിരുത്തുന്നില്ല എന്ന് തോന്നുന്നു. അതെ, അല്ല, നവകേരള യാത്ര അതിനൊരു വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു DYFI പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു SFIക്കാർ, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. ഇത് കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കെ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കെയാണ് ഈ അക്രമങ്ങൾ നടന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് മാപ്പാക്കുക? അപ്പോൾ അതേ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു മന്ത്രിസഭ മുഴുവൻ ഒരു ബസ്സിൽ പോവുക, എന്തൊരു കോമാളി ഏർപ്പാടായിരുന്നത്. അന്ന് തന്നെ ഇതൊക്കെ പറയാം. അന്നൊക്കെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ അതിൻ്റെ കമൻറ്റുകളിലും മറ്റിടത്തൊക്കെ ഭയങ്കരമായി തെറി പറയാനുണ്ടായത്. അല്ല, തെറി പറഞ്ഞതിന് കുഴപ്പമില്ല. കാര്യം എന്താണ്? ജനങ്ങളോട് കാണിച്ച നിന്ദ. ഞാനൊരു ചെറിയ കാര്യം പറയാം. അന്ന് ഒരു ബസ് ഒരു സ്കൂളിനടുത്ത് നിർത്താൻ വന്നപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ഒരു 10 അടി നടക്കണം എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടി ഒരു മതിൽ പൊളിക്കാണ്ടായത്. അനുചോക്ക് എന്താണ്? എന്നിട്ട് ആ ബസ്സിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,05,00,000 ഉറുപ്പികയാണ് ചിലവാക്കിയത്. ആ ബസ് പ്രദർശിപ്പിച്ചാൽ തന്നെ അത് കാണാൻ വേണ്ടി ആളുകൾ വരും. അങ്ങനെ അതിൻ്റെ ചെലവ് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് അന്ന് വല്ലവരും അല്ല AK ബാലൻ പറഞ്ഞത്. ഇതൊക്കെ തമാശ അല്ലാതെ വേറെ എന്താണ്? അപ്പോൾ ജനങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റേറ്റു പറയും. പിന്നെ ഇതിലേതെങ്കിലും ആകെ പറഞ്ഞ തെറ്റെന്താണ്? ഈ 3-4 കാര്യങ്ങളാണ്. ബാക്കി ആ തരത്തിലുള്ള എന്തെല്ലാം തെറ്റുകളുണ്ട്, എന്തെല്ലാം വാക്കുകൾ പിൻവലിക്കേണ്ടതുണ്ട്, എന്തിനെല്ലാം ഖേദം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിലിപ്പോൾ തീർച്ചയായിട്ടും അന്ന് 2 തവണ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ആ സമയത്ത്, അതാണ് പഴയ ഒരു വാക്കാണത്, ആക്ടൺ പ്രഭുവിൻ്റെ ബ്രിട്ടീഷ് ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ വാക്കാണ്, എല്ലാവർക്കും അറിയുന്ന വാക്കാണ്, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു. അത് എല്ലാ കാലത്തും ബാധകമാണ്. അത് പറഞ്ഞ പ്രഭു 1902 മരിച്ചുപോയി. പക്ഷേ ഇപ്പോഴും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും 1.25 നൂറ്റാണ്ടായിട്ടും അത് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ തെറ്റ് തിരുത്തുന്ന എന്തെങ്കിലും ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ ED-ക്കാർ വന്നിട്ട് വീണ തൈക്കണ്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് CPM-ൻ്റെ അണികൾ പോയി അവിടെ കാറ് തകർക്കുകയും ആളെ തല്ലാൻ പോവുകയും അതിൽ കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? അതൊരു പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഇന്ന് അവർ പറയുന്നു. ജോൺ ബ്രിട്ടാസ് പറയുന്നു, കൃഷ്ണദാസ് പറയുന്നു, ശൈലജ ടീച്ചർ പറയുന്നു, എല്ലാവരും പറയുന്നു. എല്ലാവർക്കും അറിയാം. അന്നിപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞാനും ചോദിച്ചാണ്, വീണ തൈക്കണ്ടി CPM-ൻ്റെ ആരാണ്? ആരും അല്ലല്ലോ. തനിക്കൊന്നും വന്നിട്ടില്ല, തന്നോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു. അപ്പോൾ എന്നിട്ട് അത് നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും, കായികമായി നേരിടും എന്ന മട്ടിൽ വർത്തമാനം പറയരുതല്ലോ. അങ്ങനെ പെരുമാറി. അപ്പോൾ എന്താണ്, അതായത് വീണ തൈക്കണ്ടിയും CPM-ഉം കൂടി ഒന്നാവുന്നത് ഏത് കണക്കിലാണ്? അന്ന് എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരായിട്ട് ഇങ്ങനെ ED അന്വേഷണം വന്നപ്പോൾ അത് ഒരു നിയമപ്രശ്നമാണ്, അത് അവർ നമ്മൾ തീർക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യം വരുമ്പോൾ കാര്യം മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ പാർട്ടി എന്താണ്, പാർട്ടി ആരാണ്, പാർട്ടി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു വലിയ ആന്ത്യം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷവും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പാർട്ടിക്കെതിരായിട്ട് തിരിഞ്ഞ ആരാ? പാർട്ടിക്കാരാണ്. അതിൻ്റെ തെളിവാണ് തളിപ്പറമ്പും അമ്പലപ്പുഴയും പയ്യന്നൂരും ഒക്കെ. CPM അണികൾ തന്നെയാണ് ഇവർക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. അപ്പോൾ അണികൾ നേതാക്കന്മാരെ തിരുത്തണം എന്നായിരുന്നു കുഞ്ഞേഷൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. അത് കൃത്യമായി പുലർന്നു എന്നാണ് മനസ്സിലാക്കുക. എന്നിട്ട് പോലും ആ അണികളുടെ കൂട്ടത്തിൽ 10-25 കുട്ടികൾ, എനിക്ക് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. കാരണം വളരെ വിദ്യാർത്ഥികളോ ആ പ്രായമുള്ള ആളുകളോ കല്യാണം കഴിക്കാത്തവരോ ഒക്കെ ഉള്ള ചെറിയ അത് അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. അപ്പോൾ അവരെ പറ്റി എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ആർക്ക് വേണ്ടിയാണ് അവർ രക്തസാക്ഷിയാവാൻ പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് അവർ ബലിയാവുന്നത്? ആരെ സംരക്ഷിക്കാനാണ് അവർ ഈ തരത്തിൽ ഒരു പാർട്ടിയുടെ പേരിലാണിത്? വലിയ തമാശല്ലേ? അപ്പോൾ തിരുത്താൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം അത് തിരുത്താനൊരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ED അന്വേഷണത്തിനെതിരായിട്ട് ഇന്ന് പറഞ്ഞ വർത്തമാനം അന്ന് ജോൺ ബ്രിട്ടാസോ കൃഷ്ണദാസോ ശാലിയ ടീച്ചർ പറയുമായിരുന്നു. അങ്ങനെയല്ലോ ഒന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ നേതാക്കന്മാരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ്, അവരെ അവമാനിക്കാനാണ്, അവരുടെ ധാർമ്മിക നശിപ്പിക്കാൻ വേണ്ടിയാണ്. ശ്രീ അരുൺകുമാർ, ഇപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിത്വം, അത് അവിടെയുള്ള ജില്ലാ ഘടകങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റി എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യം. പലകുറി ഈ വിഷയം ചോദിച്ചതാണ്. പക്ഷേ ഇന്നും അദ്ദേഹം പറയുന്ന കാര്യം അത് ജില്ലാ ഘടകം തീരുമാനിച്ച സ്ഥാനാർത്ഥി നിർണയമാണ്. ജില്ലാ ഘടകം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ അതിൽ തിരുത്തൽ വരുത്താൻ മേൽ ഘടകങ്ങൾക്ക്, സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഒന്നും കഴിയില്ലേ? സ്വാഭാവികമായും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഒരു പ്രപ്പോസൽ തയ്യാറാക്കുക. അത് ജില്ലാ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ച് ആ പ്രപ്പോസൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോകും. സ്റ്റേറ്റ് കമ്മിറ്റി അത് അംഗീകാരം കൊടുക്കും. ഏതെങ്കിലും തരത്തിൽ മാറ്റം വേണമെങ്കിൽ അതിൽ ഇടപെടാൻ നിർദ്ദേശിക്കാനുള്ള അധികാരമൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിക്കുണ്ട്. സ്വാഭാവികമായും ജില്ലാ സെക്രട്ടേറിയറ്റ് ഐക്യകണ്ഠേന പാസ്സാക്കി വിട്ട ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൽ ജില്ലാ കമ്മിറ്റിക്ക് അവരുടെ തന്നെ സ്വയം വിമർശനം ഈ പരിശോധനയുടെ ഭാഗമായി അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് ഈ പരിശോധന നടക്കുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വേണ്ടത്ര അവധാനതയോടെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആ പ്രപ്പോസൽ വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടാതെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചതിൽ സംസ്ഥാന കമ്മിറ്റിക്കും ചെറിയ കുറവുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യമാണ് പരിശോധിച്ചത്. താങ്കൾ വീണ്ടും എന്നോട് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു ഇങ്ങനെയായി, എന്തുകൊണ്ട് ക്യാപ്റ്റൻ രാജിവെച്ച് പോകുന്നില്ല, എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി രാജിവെച്ച് പോകുന്നില്ല എന്ന രൂപത്തിലാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു കുറവുകൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നവരല്ല ക്യാപ്റ്റൻ. പാർട്ടി പ്രവർത്തകരോടും പാർട്ടി അനുഭാവികളോടും ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അത് അവർക്കും അവരുടെ മനസ്സിലും സ്വാഭാവികമായും ഈ ചോദ്യമുണ്ട്. കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ പിണറായി വിജയനെ മുന്നിൽ വെച്ച് നേരിട്ടു, അപ്പോൾ നിങ്ങൾ തോറ്റു, അപ്പോൾ പിണറായി വിജയനും ആ തോൽവിയുടെ പങ്കുണ്ട്. അപ്പോൾ വീണ്ടും അവിടേക്ക് ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മറ്റാരുണ്ട് LDF എന്നുള്ളതായിരുന്നു ചോദ്യം. മറ്റാരുമില്ലേ പിണറായി വിജയൻ അല്ലാതെ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എൻ്റെ ചോദ്യമല്ല. എനിക്ക് തോന്നുന്നു കുറേ അധികം ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി ചോദിക്കുന്നു എന്നാണ് എൻ്റെ ബോധ്യം. കേട്ടോ അരുൺ? അതായത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു തോൽവി ഉണ്ടാകുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നയാളല്ല ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ തൻ്റെ എല്ലാ അണികൾക്കും ആത്മവിശ്വാസം കൊടുത്ത് ആ പ്രതിസന്ധിയുടെയും തോൽവിയുടെയും കാരണം കണ്ടെത്തി അവ പരിഹരിച്ച് കൂടുതൽ വർദ്ധിത വീര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ പോരാട്ടത്തെ നയിക്കുന്നയാളുടെ പേരാണ് ക്യാപ്റ്റൻ. ഇപ്പോൾ ഈ പോരായ്മയുണ്ടായി, കുറവുകളുണ്ടായി, ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചു, എന്നിട്ട് ഞങ്ങൾ ഈ പരിശോധന ഇവിടെ നിർത്തിയെന്നല്ല പറഞ്ഞത്. ഈ ലോകത്തെ ആർക്കും, വിദേശത്തുള്ളവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും എല്ലാം നിങ്ങളുടെ ക്യാപ്റ്റൻ എപ്പോഴാണ് സംസാരിച്ചത്? എപ്പോഴാണ് വർദ്ധിത വീരത്തോടെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരേണ്ട ക്യാപ്റ്റൻ പിന്നെ എപ്പോഴാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്? ഇപ്പോൾ അപ്പൊ അരുൺ പറയും പാർട്ടിക്ക് ഒരു കീഴ്വഴക്കമുണ്ടെന്ന്. അത് ശരിയല്ലല്ലോ. ഒറ്റ മിനിറ്റ്, താങ്കൾ കേൾക്കൂ, താങ്കൾ തന്നെ ഉത്തരവും പറയല്ലേ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കും, അഖിലേന്ത്യാ സെക്രട്ടറി പ്രതികരിക്കും. നിർണായകമായിട്ടുള്ള കാര്യങ്ങളിൽ PB മെമ്പർമാരൊക്കെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ട്.
ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സഖാവ് പിണറായി പത്രസമ്മേളനം നടത്തി ഓരോ വിഷയങ്ങളും ഗവൺമെന്റ് കാര്യങ്ങളാണ് വിശദീകരിക്കാറ്. പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പാർട്ടി സെക്രട്ടറി, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരാണ് പ്രതികരിക്കാറ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സംസാരിച്ച പൊതുയോഗങ്ങളിലെല്ലാം ഇടതുപക്ഷം തിരിച്ചു വരുമെന്നും തോൽവി കാര്യങ്ങൾ പരിശോധിക്കുമെന്നും പറഞ്ഞ് ആ കറണ്ട് പൊളിറ്റിക്സ് വളരെ വ്യക്തമായി തന്നെ സഖാവ് പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും PB മെമ്പർമാർ ഈ തോൽവിയെ കുറിച്ച് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായോ? നമുക്കറിയാമല്ലോ, എത്രയോ PB മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. അവരാരും പ്രതികരിച്ചില്ല. കാരണം പാർട്ടി അത് പരിശോധിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെയാണ് ആ പരിശോധന ആദ്യഘട്ടം പൂർത്തീകരിച്ചത്. അതിനുശേഷം പത്രസമ്മേളനം വിളിച്ച് മുഴുവൻ കാര്യങ്ങളും പാർട്ടി സെക്രട്ടറി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ MA ബേബി നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് പോലെ മറ്റു PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഓരോ ദിവസം പത്രക്കാരെ വിളിച്ച് പ്രതികരിക്കാറില്ല. അത് മറ്റു പല വലതുപക്ഷ സംഘടനകളുടെയും രീതിയാണ്. അതേപോലെ തന്നെ കൃത്യമായ പരിശോധന കഴിഞ്ഞ് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ വരും ദിവസങ്ങളിലും നടത്തും. ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറുപ്പക്കാരെയും ജൻസിയെയും ഒക്കെ കേൾക്കുന്നു. വിദേശത്തുള്ളവർക്ക് പോലും ഇമെയിൽ ID-യും അതുപോലെ തന്നെ കൃത്യമായിട്ട് വാട്സപ്പ് നമ്പറും കൊടുത്ത് ഭാവി കേരളത്തെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ CPM-ന്റെ ഭാവി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയങ്ങളെ സംബന്ധിച്ച് പ്രവർത്തന രീതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് വരെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഞങ്ങൾ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് എല്ലാ വിഭാഗം ആളുകൾക്കും ഇത്തരത്തിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എവിടെയാണുള്ളത്? ആ സമയത്താണ് വലതുപക്ഷ പ്രതിനിധികൾ വന്നിരുന്ന് തിരുത്താൻ പാടില്ല, പരിശോധിക്കാനേ പാടില്ല, അങ്ങ് കൃത്യമായി അച്ചടിച്ചു വെച്ചിരിക്കുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളും എടുത്തുകൊണ്ട് ഇതെല്ലാം പ്രശ്നമാണ്, അവർ വിലയിരുത്തിക്കോട്ടെ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിലും വലിയ തോൽവിയിൽ നിന്ന് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്ന പ്രസ്ഥാനം എന്ന രൂപത്തിൽ ഞങ്ങൾ അതിജീവിക്കും. പാർട്ടി തിരുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു പരിശ്രമത്തിന് തീർത്തും അത് വേണ്ട കാര്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി നിലയിൽ അതാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കേൾക്കാൻ തീരുമാനിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും നല്ലത്, പക്ഷേ അത് ഓപ്ഷണൽ ആവരുത്, അതായത് ഉപാധികളോടെ ആവരുത്. ചില കാര്യങ്ങളിൽ മാത്രം തിരുത്ത്, ചില കാര്യങ്ങളിൽ തിരുത്തേ വേണ്ട എന്നുള്ള നിലപാട് ശരിയാണോ? ഈ ആളുകളെ കേൾക്കുമ്പോൾ ആളുകൾ കേൾക്കുന്നത് മുഴുവൻ കേൾക്കാനും അതിൽ മാറ്റം വരുത്താനും CPM എന്ന പാർട്ടി ശ്രമിക്കുമോ എന്നുള്ളത് കൂടിയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടത്. ക്യാപ്റ്റനെ മുഖമായി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ ക്യാപ്റ്റന് ഒരക്ഷരം പോലും കേരളത്തോട് പറയാനില്ലേ എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമാണ്. എന്നാലും ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.